ഡീമൺ സ്ലെയർ കാണാൻ വേണ്ടി പോവുകയാണ്. ഡീമൺ സ്ലെയർ എനിക്ക് വയ്യ, ഞാൻ ആനിമെ സാധാരണ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ തിയേറ്ററിൽ. അപ്പൊ ദിസ് ഗോണ ബി എ ഫസ്റ്റ്. അപ്പൊ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. വളരെ ചുരുക്കത്തിലെ മൂവീസും തിയേറ്ററിൽ പോയി കാണാറുള്ളൂ. ഒടുക്ക നല്ലതാണെന്ന് റെക്കമെൻഡ് ചെയ്ത് മാത്രമേ ഞാൻ പോകാറുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ ഡീമൺ സ്ലെയർ ഇറ്റ് ഹോൾഡ്സ് എ സ്പെഷ്യൽ പൊസിഷൻ. എന്നുവെച്ചാൽ എൻ്റെ അവസാനത്തെ എപ്പിസോഡ്സ് ഒക്കെ കിടിലമായിരുന്നു. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ കുറെ ആനിമെ കാണുന്ന കൂട്ടത്തിലാണ്. ഈ കുറച്ച് പേര് ഈ ഇടക്ക് ലൂഫിയുടെ കാര്യം പറഞ്ഞിറങ്ങുന്ന കണക്ക് യൂട്യൂബറിൽ പെട്ടല്ല ഞാൻ. വർഷങ്ങളായി ആനിമെ കാണാനായിട്ട് 19-18 വർഷമായി കാണും. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല, അവിടെ നിന്ന് ബുക്ക് ചെയ്യണം. ഈ ഒരു 2 മണിക്ക് സമയത്തായതുകൊണ്ട് വലുതായിട്ട് ആൾക്കാരൊന്നും കാണാം. പരിപാടി 2 മണി വരെ 3:30 ആവുന്നു. ഞാൻ ചോദിക്കട്ടെ, 2 മണിക്ക് ഓൺലൈൻ ഇതിനകത്ത് ഉണ്ടായിരുന്നു, ഇപ്പഴത്തെ ആ ഡിസ്ട്രിക്റ്റിനകത്ത് കാണിക്കുന്നില്ല. പുറത്തുള്ള പിള്ളേർക്ക് നിങ്ങൾ 3:30 ആകുമ്പോൾ സ്റ്റാർട്ട് ആവുന്ന പറഞ്ഞല്ലോ. ഇനിയിപ്പോ 6 മണിയാക്കിയ പിന്നെ പുറത്തുള്ളവർക്ക് 3:30 പറഞ്ഞിരിക്കുന്നത്. പൈസ റീഫണ്ട് ആവുന്നതന്നെ അല്ലല്ലോ. നിങ്ങളൊരു ഷോ 2 മണിക്ക് ഇട്ടിട്ട് വന്നിട്ട് പിന്നെ നിങ്ങൾ അരമണിക്കൂർ മുമ്പ് ഷോ ക്യാൻസൽ ആയെന്ന് പറഞ്ഞു. 1 മണിക്ക് മുമ്പ് തന്നെ മാറ്റിയിട്ടുണ്ട്, ഞങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 1 മണിക്ക് മുമ്പ് ഞങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കസ്റ്റമേഴ്സിനെ ഞങ്ങൾ വിളിച്ച് ഇൻഫോം ചെയ്യുകയും ചെയ്തു. ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ ഇത് ഉണ്ടാകാതിരിക്കാൻ മണിക്കൂർ ചെയ്താണ്. അതുപോലെ കസ്റ്റമേഴ്സ് വന്നിട്ട് ഞങ്ങൾ പ്രശ്നം ഉണ്ടായിരുന്നു. അത് അവർ വീട്ടിലായിരുന്നു, അവരുടെ എല്ലാവരും വീട്ടിൽ കറക്റ്റ് ഇൻഫോം ചെയ്യുകയും ചെയ്യും. ഞങ്ങൾ 8 പേരായിരുന്നു ഓൺലൈൻ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇൻഫോം ചെയ്യും. ഇവർക്ക് നമ്പർ ഇല്ലാത്ത ഞങ്ങൾക്ക് ഇൻഫോം ചെയ്യാൻ പറ്റായിരുന്നു. നിങ്ങൾ മൊത്തം ഇവിടെ 12 പേര് ഇവിടെ വന്ന് സ്പോട്ടിൽ എടുത്തവര്, 8 പേര് ഓൺലൈൻ എടുത്തവര് കണക്ക്. 20 തിയേറ്റർ ഫില്ലാത്തോണ്ടല്ലോ, തിയേറ്റർ ഫില്ലാത്തോണ്ടല്ല, ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ചെയ്യാത്തത്. അല്ലാതെ ഫില്ലാത്തോണ്ടോ, ഫില്ലാത്ത നല്ല രീതിയിൽ ആള് കയറുന്നുണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല. ഇവിടെ മഹാ ആണെന്ന് തിയേറ്റർ 2 മണിക്ക് ഉണ്ടെന്ന് മൂവി പറഞ്ഞ് ആ മൂവിക്ക് വേണ്ടി ഞാൻ സമയം എടുത്ത് വന്നതാണ്. ഇവിടെ കിണ്ടി ഒരു സാധനം ഇല്ല. ഞാൻ ടിക്കറ്റ് എടുത്തില്ല, ഞാൻ ഓൺലൈൻ. 6 മണിക്കാണെന്ന് പറയുന്നത്. 6 മണിക്കാണ് ഷോ മാറ്റി 6 മണിക്കാക്കിയത്. അതാണ് നിങ്ങളുടെ കാര്യം ചോദിച്ചത്. അപ്പൊ നിങ്ങളുടെ ഇതുവരെ പറഞ്ഞില്ലേ? അതിൻ്റെ ഇടയ്ക്ക് ഇപ്പൊ 6 മണി പറഞ്ഞില്ല. നിങ്ങൾ ഇവിടെ 3:30 വരെ പോസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഒരു 6 മണി പറയാനാണ്. പോയി ചോദിക്കും ചേട്ടാ. ഞാൻ ഓൺലൈൻ ബുക്ക് ചെയ്താൽ കൺസ്യൂമർ കോർട്ട് പോകാനേ. കൺസ്യൂമർ കോർട്ട് പോയിട്ട് വല്ല നടക്കും, നടക്കില്ലെങ്കിൽ ഞാൻ പറയും എന്റെ സമയങ്ങളെ നിന്ന് വളരെ മെയിൻ സംഭവങ്ങൾ സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പൊ ലേറ്റ് അല്ലേ. ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ ആണ്. നിനക്ക് എന്തുവാണ് സബ് ടൈറ്റിൽ വായിച്ച ശീലമുണ്ടോ? ഇല്ലല്ലേ? തിരിച്ച് ഒരു സബ് ടൈറ്റിലും വായിക്കുക. നീ അവിടെ ഫോണും നോക്കിയിരിക്കല്ലേ? അവനെ കിണ്ടി മനസ്സിലാവുന്നില്ല. എന്തായാലും മനസ്സിലായ എനക്ക്? എന്തൊക്കെയോ ആരോ ഒക്കെ ചാകുന്നു, എവിടെയൊക്കെ ചോര തെറിക്കുന്നു. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഫ്ലാഷ് ബാക്ക് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ മനസ്സിലായി. കുഴപ്പമില്ല. ഇവന് ആദ്യമായിട്ടൊരു ആനിമ കണ്ടു, കിളി പോയണക്ക് ഇരിക്കുവായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിനകത്ത് ഒരു ആനിമ കാണുന്ന. തിയേറ്ററിനകത്ത് ആനിമ നല്ലതാ. കുറച്ച് കൂവലും അത് ഇതൊക്കെ ഉണ്ട്. സാറിന് ആനിമ കാണുമ്പോൾ ഒറ്റയ്ക്ക് കാണുന്ന ആ ഒരു വ്യത്യാസമല്ല. പക്ഷെ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ലേ?